ഫസ്റ്റ് സെക്സിന്റെ സമയത്ത് നമ്മൾ കൈ കരുതിയതും എല്ലാവരും കരുതേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് പ്രേക്ഷകരെ പരിചയപ്പെടുത്തി കൊടുത്താലോ? തീർച്ചയായിട്ടും നമുക്ക് പരിചയപ്പെടുത്താം. പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് കൈ കരുതേണ്ടതായിട്ടുള്ളത്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിക്കാന്നുള്ളതാണ്. അതിന് മുന്നോടിയായിട്ട് നിങ്ങളെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി കാര്യം ഞാൻ പരിചയപ്പെടുത്തി തരാം. നെഞ്ചോട് ചേർത്തുന്നുള്ള ഒരു അടിപൊളി ലവ് സ്റ്റോറി, ഒരു ഫിക്ഷണൽ സ്റ്റോറി കുക്ക് എഫ്എമ്മിൽ ഇപ്പോൾ റീസെന്റ് അവൈലബിൾ ആയിട്ടുണ്ട്. വേറെയും ഒരുപാട് ലവ് സ്റ്റോറീസുകൾ, ഫിക്ഷണൽ സ്റ്റോറീസുകൾ കാര്യങ്ങൾ ഉണ്ട് അവിടെ. പിന്നെ കൂടാതെ മാധവിക്കുട്ടി അമ്മയുടെ പുസ്തകങ്ങൾ, നോവൽസുകൾ കാര്യങ്ങളുണ്ട്. അതുപോലെ നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന അങ്ങനെ ഒട്ടനവധി പുസ്തകങ്ങളുണ്ട്. അതുപോലെ ക്രൈം സ്റ്റോറീസുകൾ കാര്യങ്ങളൊക്കെ ലഭ്യമാണ്. പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് പോലുള്ള നമ്മുടെ മെന്റൽ പവറും കാര്യങ്ങളും ഒക്കെ കൂട്ടാൻ വരികയുള്ള രീതിയിലെ പുസ്തകങ്ങളും ഒക്കെ അവിടെ അവൈലബിൾ ആണെന്നുള്ളതാണ്. ഇപ്പോഴാണെങ്കിൽ നല്ല കിടുക്കാച്ചി ഓഫറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഓഫർ മറ്റൊന്നുമല്ല, 7 days ഫ്രീ ട്രയൽ ഇപ്പോൾ ലഭ്യമാണെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കേട്ട് നോക്കുക. 7 ദിവസം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കേട്ട് ആസ്വദിക്കാനുള്ള വകുപ്പുണ്ട്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് മുന്നോട്ട് പോയാൽ മതിയല്ലോ. അപ്പോൾ ഈ ഒരു അവസരം മിസ് ചെയ്യേണ്ട. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് ടൈമിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാന്നുള്ളതാണ്. ഇനി എന്തൊക്കെയാണ് ആ 2 കാര്യങ്ങൾ എന്നുള്ളത് പരിചയപ്പെടുത്താം. ഒന്നാമത്തെ കാര്യം പ്രൊട്ടക്ഷൻ തന്നെയാണ്. കാരണം പാർട്ട്നേഴ്സിന്റെ ഇടയിൽ അവരിപ്പോൾ പ്രഗ്നൻസിയോ കാര്യങ്ങളോ പ്ലാൻ ചെയ്യുന്നില്ല എങ്കിൽ ആവശ്യമുള്ള കാര്യം എന്താ? പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് ബാരിയർ മെത്തേഡ് ആയിട്ടുള്ള കോണ്ടംസ് തന്നെയാണ്. അപ്പോൾ കോണ്ടംസ് ആണ് നമ്മൾ കൈ കരുതിയ ഒന്നാമത്തെ കാര്യം എന്നുള്ളത്. നിങ്ങളും കൈ കരുതേണ്ടായിട്ടുള്ള കാര്യമാണ്. ഇനി ഫസ്റ്റ് ടൈം സെക്സ് ചെയ്യുന്നത് വിവാഹത്തിന് മുന്നോടിയായിട്ടാണ്. അവിടെ ഒരു മറ്റ് രോഗസാധ്യത ഉണ്ടെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ബാരിയർ മെത്തേഡ് ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഫസ്റ്റ് സെക്സിൽ നമ്മൾ പ്രൊട്ടക്ഷൻ എടുക്കേണ്ട സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ എടുക്കേണ്ടിയിരിക്കുന്നു. പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാനും രോഗങ്ങളിൽ നിന്നുള്ള പ്രൊട്ടക്ഷനൊക്കെ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ബാരിയർ മെത്തേഡുകൾ ഉപയോഗിക്കണം. ഇനി കോണ്ടംസ് ഉപയോഗിക്കുമ്പോൾ തന്നെ കോണ്ടംസ് പലവിധം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിലിപ്പോൾ ഒന്ന് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് സാധാരണ പ്ലെയിൻ കോണ്ടംസുകൾ ഉപയോഗിച്ചാൽ മതി. പ്ലെയിൻ കോണ്ടം എന്ന് പറയുമ്പോൾ മറ്റ് കോണ്ടംസുകൾ ഉണ്ടല്ലോ, ടെക്സ്റ്റേഡ് കോണ്ടംസ് ഒക്കെ ഉണ്ട്, ഡോട്ടഡ് റിബ്ഡ് ആയിട്ടുള്ള കോണ്ടംസുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് കൂടുതൽ ലേഡീസിന് പ്ലഷർ കിട്ടും. അവിടെയുള്ള നെയർവെൻറ്റിങ്ങുകൾ, വജൈനയിലുള്ള നെയർവെൻറ്റിങ്ങുകൾ സ്റ്റിമുലേറ്റ് ചെയ്യാനും കൂടുതൽ പ്ലഷർ കിട്ടാനും ഹെൽപ്ഫുൾ ആയിട്ടുള്ളവയാണ്. പിന്നെ കൂടാതെ ഡിലേ കോണ്ടംസുകളുണ്ട്, ഫ്ലേവേർഡ് കോണ്ടം ഓറൽ സെക്സിനൊക്കെ വേണ്ടിയിട്ടായിട്ടുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള കോണ്ടംസുകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള യൂസേജുകളും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കോണ്ടംസുകൾ നമുക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡിൻ്റെത് വാങ്ങിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ നമ്മൾ കൈ കരുതിയ ഫസ്റ്റ് കാര്യം ഒരു ബാരിയർ മെത്തേഡായിട്ടുള്ള ഒരു കോണ്ടം തന്നെയായിരുന്നു. അപ്പം നിങ്ങളും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ കൈ കരുതേണ്ടതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് മാറ്റി വയ്ക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം എന്താണ്? ലൂബ്. രണ്ടാമത്തെ കാര്യം ലൂബാണ്. ലൂബിന്റെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ ലൂബ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്മൂത്ത് ആയ രീതിയിൽ, അധികം ഫ്രിക്ഷൻ ഇല്ലാതെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഒരു നല്ലൊരു സെക്ഷൽ അനുഭവം ഉണ്ടാവും എന്നുള്ളതാണ്. നാച്ചുറലായിട്ട് വജൈനയിൽ നിന്ന് ലൂബ്രിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും ചിലരുടെ കേസിൽ ഡ്രൈനസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള കേസിലും അല്ലാത്ത കേസിലും ഒക്കെ നമ്മൾ ലൂബ് ഉപയോഗിക്കുമ്പോൾ ആ ഫ്രിക്ഷൻ കുറയ്ക്കാനും നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് സെക്സ് കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. പെയിനൊക്കെ കുറഞ്ഞ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഡൗട്ടുള്ള ഒരു കാര്യമാണ് ഏത് വാങ്ങണം എന്നുള്ളത്. അതെ, ഇപ്പൊ കോണ്ടത്തിന്റെ കൂടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വാട്ടർ ബേസ്ഡോ സിലിക്കോൺ ബേസ്ഡോ ആയിട്ടുള്ള ലൂബ ഉപയോഗിക്കാൻ പാടുള്ളൂ. മെയിൻ ആയിട്ട് മാർക്കറ്റിൽ 3 തരം ലൂബ ഉള്ളത്: വാട്ടർ ബേസ്ഡ്, സിലിക്കോൺ ബേസ്ഡ്, ഓയിൽ ബേസ്ഡ്. കോണ്ടത്തിന്റെ കൂടെ ഒരിക്കലും ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ലൂബ്രിക്കേഷൻസോ കാര്യങ്ങളോ ഉപയോഗിക്കാൻ പാടില്ല. അത് കോണ്ടം ബ്രേക്ക് ആവാനേ സാധ്യത ഉണ്ടാക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ വാട്ടർ ബേസ്ഡോ അല്ലെങ്കിൽ സിലിക്കോൺ ബേസ്ഡോ ആയിട്ടുള്ള ലൂബ്രിക്കേഷൻ കോണ്ടത്തിന്റെ കൂടെ ഉപയോഗിക്കാം. ഇനി അല്ലാത്ത കേസിൽ, കോണ്ടം ഉപയോഗിക്കാത്ത കേസിൽ ഏത് തരം ലൂബ്രിക്കേഷൻ വേണമെന്നുണ്ടെങ്കിലും ഉപയോഗപ്പെടുത്താവുന്നതാണ്. പലതരം ബ്രാൻഡുകളുടെ ഈ തരത്തിലുള്ള പ്രൊഡക്ട്സുകൾ കാര്യങ്ങളൊക്കെ ലഭ്യമാണ്. നമ്മളൊരു വാട്ടർ ബേസ്ഡ് ലൂബാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോണ്ടവും അതേപോലെ ലൂബും ആണ് ഒരു നമ്മളെ കൈ കരുതേണ്ടതായിട്ടുള്ള അത്തരത്തിലുള്ള കാര്യം എന്നുള്ളത്. വേറെയും എക്സ്ട്രാ എന്തെങ്കിലും കൈ കരുതണോ എന്നുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ബ്രാൻഡുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ബ്രാൻഡുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെപ്പറ്റിയൊക്കെ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലോട്ടൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. നിങ്ങൾ വലിയ കമന്റുകൾ അടിക്കുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടതായി തോന്നുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത് എന്നുള്ളതാണ്. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഫോളോ ചെയ്തൊക്കെ മറക്കണം. മറ്റൊരു വീഡിയോ കാണാം. ബൈ ഗൈസ്.